ബംഗാൾ വിട്ട് ഒരു നീക്കുപോക്കിനും തയ്യാറല്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഒരിക്കൽ കൂടി തെളിയിച്ചു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ആരുമായും സഖ്യത്തിനില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും മമത പ്രഖ്യാപിച്ചു. മമതയുടെ പ്രഖ്യാപനം പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയായി. ദേശീയ പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ് ബംഗാളിൽ വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു. എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസുമായി സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് മമത സഖ്യത്തിൽ നിന്ന് പിന്നോക്കം പോയത്. സീറ്റ് വിഭജന ചർച്ചയിൽ തന്റെ നിർദ്ദേശം കോൺഗ്രസ് തള്ളിയതായി മമത ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് മമതയും തൃണമൂൽ നേതാക്കളും കോൺഗ്രസ് നേതാക്കളുമായി സീറ്റ് വിഭജന ചർച്ച നടത്തിയത്. ആകെയുള്ള 42 സീറ്റുകളിൽ 2 സീറ്റ് കോൺഗ്രസിന് ചൗധരി നൽകാനായിരുന്നു ധാരണ. എന്നാൽ ചർച്ചയ്ക്ക് പിന്നാലെ എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്താൻ മമത അണികളെ ആഹ്വാനം ചെയ്തു. ഇത് ബംഗാളിലെ കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജി അവസരവാദിയാണെന്നും ബംഗാളിൽ മത്സരിക്കാൻ അവരുടെ കരുണ വേണ്ടെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു. ചൗധരിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി മമതാ ബാനർജി രംഗത്ത് എത്തിയത്. മമതയുടെ സഹായത്തോടെ ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടില്ലെന്ന് അധിർ രഞ്ജൻ ചൗധരി ആവർത്തിച്ചിരുന്നു. സ്വന്തം ശക്തിയിൽ എങ്ങനെ പോരാടണമെന്ന് കോൺഗ്രസിന് അറിയാം. കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് മമതാ ബാനർജി ബംഗാളിൽ അധികാരത്തിലെത്തിയത് എന്ന് ഓർക്കണമെന്നും ചൗധരി പറഞ്ഞു. ഇതിന് പിന്നാലെ ഇന്ത്യ മുന്നണി പങ്കാളിയായ തൃണമൂൽ കോൺഗ്രസിനെ ചൗധരി വീണ്ടും വിമർശിച്ചു. തൃണമൂലിനെ താൻ മുൻപ് പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ സീറ്റ് പങ്കിടൽ സംബന്ധിച്ച് ഇരുപക്ഷവും തമ്മിൽ വാക്പോര് ഇതാദ്യമായല്ല. ബംഗാളിൽ കോൺഗ്രസിന് തൃണമൂൽ 2 സീറ്റ് വാഗ്ദാനം ചെയ്തെന്ന വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു ഇത്. സീറ്റിനായി കോൺഗ്രസ് യാചിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൊട്ടു പിന്നാലെ അത്തരം ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അധിർ രഞ്ജൻ ചൗധരിയെ തിരുത്തി. സീറ്റ് പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണെന്നും അതേക്കുറിച്ച് ഇപ്പോൾ പരസ്യ പ്രസ്താവന നടത്തുന്നില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. മമതയും അവരുടെ പാർട്ടിയും ഞങ്ങൾക്ക് ഒപ്പമുണ്ട്. ചില സമയത്ത് അവരുടെ നേതാക്കൾ എന്തെങ്കിലുമൊക്കെ പറയും. അതുപോലെ ഞങ്ങളുടെ നേതാക്കളും. അതൊക്കെ സ്വാഭാവികമാണ്. അത്തരം പ്രസ്താവനകൾ കാര്യമാക്കാറില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ 42 സീറ്റുകൾ കോൺഗ്രസിന് മത്സരിക്കാൻ വിട്ടുനൽകാമെന്ന തൃണമൂലിന്റെ വാഗ്ദാനം കോൺഗ്രസ് തള്ളിയിരുന്നു. പശ്ചിമ ബംഗാളിൽ നടത്താനിരുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയെക്കുറിച്ച് പാർട്ടി തന്നെ അറിയിച്ചിട്ടില്ലെന്ന് മമത കുറ്റപ്പെടുത്തി. എന്തായാലും മമതയുടെ തീരുമാനം ഇന്ത്യ സഖ്യത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി പ്രതിപക്ഷ ഐക്യത്തിന് വിള്ളൽ വീഴ്ത്തുമെന്നതിൽ സംശയമില്ല. ബംഗാളിൽ മുന്നേറ്റമുണ്ടാക്കിയ ശേഷം ദേശീയ തലത്തിൽ സ്വാധീനം നേടിയെടുക്കാമെന്നാണ് മമത ചിന്തിക്കുന്നത്. എന്നാൽ ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം.